സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, കെമിക്കൽ എഞ്ചിനീയറിംഗ്, ബിടെക് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾ ഏറെ കാലമായി കാത്തിരുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് കേരള വാട്ടർ അതോറിറ്റിയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ നോട്ടിഫിക്കേഷൻ. ആൻഡ് ഡിസംബർ 31 കേരള PSC ഈ ഒരു നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പ്രൊഫൈൽ ഇപ്പോൾ അത് ആക്റ്റീവ് ആയിരിക്കും. ആൻഡ് ഈ ഒരു എക്സാമിന്റെ ടെൻഡേറ്റീവ് മന്ത് ഓഫ് എക്സാമും 2026 എക്സാം കലണ്ടറായി PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് ഈ ഒരു എക്സാമിന്റെ സിലബസ് മനസ്സിലാക്കി സ്ട്രക്ചേർഡായി പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. 3 ബ്രാഞ്ചുകാരും അപ്ലൈ ചെയ്യുന്ന ഒരു പരീക്ഷ ആയതുകൊണ്ട് തന്നെ 3 ബ്രാഞ്ചിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് നമ്മൾക്ക് ചോദ്യ പേപ്പറിൽ ഉണ്ടാവുക. ഇത് മാത്രമല്ല കേരള വാട്ടർ അതോറിറ്റിയുടേതായിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്സും നമ്മുടെ സിലബസിൽ ഇൻക്ലൂഡഡ് ആണ്. സോ ഈ വാസ്റ്റ് സിലബസ് ഡീകോഡ് ചെയ്ത് വ്യക്തമായി എങ്ങനെ പഠിച്ചു തുടങ്ങണം, ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് തുടങ്ങിയ നിങ്ങളുടെ സംശയങ്ങൾക്ക് ഒരു ഉത്തരവുമായി കേരള PSCയുടെ എല്ലാ പഴയ കേരള വാട്ടർ അതോറിറ്റി ചോദ്യ പേപ്പറുകളും അനലൈസ് ചെയ്തിട്ടുള്ള ഒരു ഫ്രീ വെബിനാർ നിങ്ങൾക്ക് വേണ്ടി എൻട്രി സംഘടിപ്പിക്കുന്നു. ഈ മാസം 11 രാത്രി 7 മണിക്ക് എൻട്രി ഈ ഒരു ഫ്രീ വെബിനാർ സംഘടിപ്പിക്കുന്നത്. 3 ബ്രാഞ്ചിലും എക്സ്പേർട്ട് പാനലിലുള്ള അധ്യാപകർ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരവുമായി ഈ വെബിനാറിൽ വരുന്നു. സോ ഈ വെബിനാറിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി താഴെയുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക. മാത്രമല്ല ലിമിറ്റഡ് സീറ്റ് ആയതുകൊണ്ട് തന്നെ ആദ്യം ജോയിൻ ചെയ്യുന്നവർക്ക് മാത്രമാണ് വെബിനാറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരം ലഭിക്കുക.